ജി എസ് ടിയുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണല്ലോ ബിസിനസ് ഓണേഴ്സിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC എടുക്കാമെന്നുള്ളത്. അപ്പം ഈ ITC ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതോ അതിന് റെസ്ട്രിക്ഷൻസോ ലിമിറ്റ്സോ ഉണ്ടോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എല്ലാ പർച്ചേസിനും നമുക്ക് GST ഇൻപുട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ളൊരു ടേമാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുന്നോട്ടുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അത് എസെൻഷ്യലാണ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പർച്ചേസ് ചെയ്യുന്നുള്ള ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിനകത്തെ മെയിൻ കണ്ടീഷൻ. പിന്നെ GST ഇൻപുട്ട് എടുക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് നമ്മളതിനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നൊക്കെയും പറയും. അതിലൊരെണ്ണമാണ് മോട്ടോർ കാറ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കാറ് വാങ്ങിക്കുമ്പോൾ GST നമ്പർ കൊടുക്കും, സ്വാഭാവികമായിട്ട് നമ്മുടെ GSTR 2Bയിൽ ഇത് കയറി വരും, നമ്മൾ ആ ഇൻപുട്ട് എടുക്കും. പക്ഷേ അത് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മോട്ടോർ കാർ അത് ബിസിനസ് ആവശ്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനായിക്കോട്ടെ മോട്ടോർ കാറിൻ്റെ ഇൻപുട്ട് എടുക്കരുതെന്ന് തന്നെ ആക്ടിൽ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു സംഭവമാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പുതിയൊരു ഓഫീസ് പണിയുകയാണ്. അപ്പം അവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇപ്പോൾ 2 ഫ്ലോറുള്ള ഒരു ഓഫീസ് 3rd ഫ്ലോറിലേക്ക് ഞാനൊരു കൺസ്ട്രക്ഷൻ നടത്തുവാണ്. അപ്പം അവിടെ കുറേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും അതിന് യൂസ് ചെയ്യുന്ന ഇപ്പം സിമെൻറ്റ് അല്ലെങ്കിൽ കമ്പി അതുപോലെ ഇമ്മൂവബിളായിട്ട് എന്തൊക്കെ അവിടെ വരുന്നുണ്ടോ അതിനൊന്നും നമുക്ക് ഇൻപുട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല. അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്.